ആൾക്കാർ കാത്തിട്ടുണ്ട്. ഈ എമിറേറ്റ്സ് പോയാൽ അത്ര കാറിൽ എയർലൈൻസ് കാർ കാണാം. അത്ര ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ട്. അന്ന് യാത്ര ചെയ്യുന്നത് വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കും. സൗദി എയർലൈൻസിലാണ് ആദ്യം എക്കോണമി ക്ലാസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ബിസിനസ് ക്ലാസ്സിൽ മാത്രം ട്രാവൽ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് മാത്രമേ. ഓക്കെ. അപ്പൊ ആദ്യത്തെ പുതിയ ഫ്ലൈറ്റ് ആദ്യം എന്നെ ഇൻവൈറ്റ് ചെയ്തു യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെ അന്ന് എന്തെങ്കിലും പ്രതീക്ഷയോടെയാണോ ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറുന്നത്? ഒന്നുമില്ല. എത്രയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാം ഈശ്വരകാരനും എന്റെ ആത്മാർത്ഥം തോന്നുന്നു. അമ്മയുടെ എംപ്ലോയ്മെന്റ് ആയിരുന്നു. താങ്കൾ അവിടെ ചെല്ലുന്നു, സൗദിയിൽ ചെന്നിറങ്ങുമ്പോൾ ആദ്യം തയ്യ കെട്ടാറുണ്ട്. ബോംബെ തയ്യ കെട്ടിയാണ് ബോംബെയിൽ സൗദി പോയത്. ആ ടൈ ഇപ്പോഴും 2-3 ദിവസം വെച്ചിരുന്ന എല്ലാ ദിവസം കെട്ടുന്നത് അറിഞ്ഞൂടാ കെട്ടുന്നത് എങ്ങനെയാണ്. അങ്ങനെയാണ് ആദ്യം അങ്ങോട്ട് പോയത്. ഇപ്പോഴത്തേക്ക് 2-3 മാസം കഴിയുമ്പോഴാണ് ആദ്യം. എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ചെന്നപ്പോൾ അൽക്കബറിലെ ഒരു വീട്ടിൽ റൂം മറ്റേ ആൾക്കാരുണ്ടായിരുന്നു. റൂം ഒറ്റയ്ക്കായിരുന്നു. ആൾക്കാരാണ് കുറെ ആൾക്കാർ ആഹാരം നടത്തിയത്. അങ്ങനെ കഴിച്ച്. ആരെയാണ് പോയി സമീപിച്ചത് ഈ ഒരു തൊഴിൽ ആദ്യമായി ചെയ്യാമെന്ന് കൺവിൻസ് ചെയ്ത മൊമെന്റ്? അവിടെ നിന്ന് ആദ്യമായിട്ടൊരു കിട്ടിയ അസൈൻമെന്റ്? അതൊന്നും ഭാഗ്യം. ഞാൻ ഒരു ചെറിയ കമ്പനിയിലേക്ക് ജോലി ചെയ്തു. അന്ന് അമേരിക്കൻ മിലിറ്ററീസ് വളരെ സ്ട്രോങ് ആയിരുന്നു സൗദി അറേബ്യ. സാമിന്റെ ആള് അയാളുടെ ഒരു അമേരിക്കൻ, തമിഴ്നാട്ടിലുള്ള അമേരിക്കൻ, അയാളുടെ വൈഫ് ജാപ്പാനാണ്. അങ്ങനെ സൗദി അറേബ്യ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ സംസാരിച്ചു. അങ്ങനെയാണ് ഈ അമേരിക്കൻ നേവിയിൽ പ്രൊക്യൂർമെന്റ് ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെടുത്തി. അതാണ് നമ്മുടെ ബേസ്, ഒരു ക്യാപിറ്റൽ ഉണ്ടായത് അവിടെ. ഈ അമേരിക്കൻ ബേസിൽ ആദ്യത്തെ ട്രെയിനിലാണ് ബേസ് ഉണ്ടായത്. അങ്ങനെ അത് ഇഷ്ടംപോലെ പൈസ ഉണ്ടായി. എന്നോട് മോഹനുണ്ട്. പിന്നെ അത് റെസ്റ്റോറൻറ്റ് തുടങ്ങി ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ. കാരണം ഗാലക്സി എന്നാണ് പേര്. അത് തുടങ്ങി. പിന്നെ ഈ പണം ഫേവറും ഇതൊരു ഇൻഡ്യൂഷനാണ്. എന്ന് വെച്ചാൽ പല ആൾക്കാരെയും ഇന്ന് ഒരുപാട് പേരുടെ ആത്മകഥ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളെന്നുള്ളത് എനിക്ക്. ഞാൻ വായിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും വരുന്ന ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഒരു ഉൾവിളി. ഞാൻ പണം വേണമെന്ന് ആഗ്രഹിക്കൊന്നും ചെയ്തിട്ടില്ല. പണം വരുന്നതായിരിക്കും. എനിക്ക് എത്ര പൈസ ആണെന്ന് എനിക്കറിയാം. ഞാൻ പണം നോക്കാതെ പണം കിട്ടാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ജോലി, അതിനോട് മാത്രമേ ആത്മാർത്ഥമുള്ളൂ. നല്ലോണം ജോലി ചെയ്ത പണം ഒന്ന് അറിയാവുന്നില്ല. പണത്തിന് വേണ്ടി ഞാൻ ജോലി ചെയ്യാറില്ല. ഏകദേശം എത്ര മണിക്ക് എഴുന്നേക്കും സാർ? ഒരു ദിവസം എങ്ങനെയാണ്? അത് വിശ്വസിക്കാറില്ല. ഞാൻ ഏത് രാജ്യത്തും ഉള്ളതാണ് പ്രധാനപ്പെട്ട. മിക്കവാറും യാത്രയാണ്. ഇപ്പം ഞാൻ ബേറിലാണ് താമസമെങ്കിൽ അവിടെ 5 മണിക്ക് എഴുന്നേക്കും. 5 മണിക്ക് എഴുന്നേറ്റാലും അരമണിക്കൂർ എക്സസൈസ് ചെയ്ത് പ്രാർത്ഥന. 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരിച്ച് യാത്ര 10 മണിക്കായിരിക്കും. അത്ര ബിസിയായിരിക്കും. ഈ ബേറിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏത് രാജ്യത്താണ് നടക്കുന്നത് അതനുസരിച്ചാണ് കംപ്ലീറ്റ് മാറ്റം. എന്നാലും ഏകദേശം ഒരു മിനിമം ഒരു 18 hours വർക്ക് ചെയ്യും. മോർ ദാൻ 18 hours ഒരു ദിവസം വർക്ക് ചെയ്യും. അന്നേ തുടങ്ങിയ ശീലമാണ്. അതൊരു ഹരമാണ്. ആ ജീവിതങ്ങളെ തീരുമാനിക്കുന്ന ചെയ്യണം. ആ ജീവിതത്തിന്റെ ഒരു മനസ്സിന് സമാധാനം ഉണ്ടാകും. അങ്ങനെയാണ് താങ്കളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് എല്ലാവരും പോയി കണ്ടിരുന്നു. ഒരുപാട് പേരെ ഞാൻ കണ്ടിരുന്നു താങ്കളുടെ വേണ്ടി. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് സംഭവിക്കുന്ന എത്ര നഷ്ടമുണ്ടെങ്കിലും അതിന് എന്ത് കോൺസിക്വൻസസ് ഉണ്ടായാലും അത് ചെയ്തിരിക്കും. ഞാൻ അങ്ങനെ പറയില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ഇറ്റ് ഡൺ. ഞാൻ സാധാരണ ഒരു കമ്പനി, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി സംസാരിച്ച് അത് ഞാൻ ചോദിച്ചാൽ അതൊരു ഇൻറ്റ്യൂഷൻ ആണോ? ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിളി, അങ്ങനെ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇന്ന് വരെ എടുത്ത തീരുമാനങ്ങൾ ഒന്നും തെറ്റിട്ടില്ല. തെറ്റുന്നതിന്റെ അതിനെ കുറിച്ചല്ല സർ ഞാൻ ചോദിക്കുന്നത്. ചില ആൾക്കാരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വഴി ശരിയല്ല, ഇത് മറ്റൊരു രീതിയിൽ കൊണ്ടുപോയാൽ അത് വിജയമാവും. അങ്ങനെ എന്തെങ്കിലും ഒരു ലൈഫിൽ ഇൻസിഡന്റ് ഉണ്ടോ എന്നാണ്? ഇല്ല, ഞാൻ ചില ജീവനമൊക്കെ പെയിൻ യാത്രയും വേണം. അപ്പൊ അങ്ങനെയൊക്കെ അപ്പം കൂടുതൽ പോകുമ്പോൾ ഭക്ഷണം നോക്കി ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് അപ്പൊ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് കൂടുതൽ റിലാക്സ് ചെയ്യുന്നത്. അപ്പോഴാണ് ഓരോ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ചെയ്യണം അല്ലെങ്കിൽ രാവിലെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഇന്ന് ചെയ്യണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ചെയ്യണം, അങ്ങനെ തോന്നും. അത് കഴിഞ്ഞിട്ട് താങ്കളുടെ ബിസിനസ് ട്രാവൽ ഹെൽത്തിലേക്ക് എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ആദ്യമായിട്ട് ഉപാസന ഹോസ്പിറ്റൽ വാങ്ങുകയാണ് ഉണ്ടായത്. അതെ, അതിനുമുമ്പ് ഞാൻ ആദ്യം ഉപാസന വാങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് കിംസ് ട്രിവാൻഡ്രമാണ്. ആദ്യം ഡോക്ടർ സൗദുള്ള അവിടെ ആയിരുന്നു. അങ്ങനെ ആദ്യം അത് പൈസ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. ആദ്യം വാങ്ങിച്ചത് ഹോസ്പിറ്റൽ ഉപാസനയാണ്.
ഹെൽത്ത് ഞാനിപ്പോ താങ്കളുടെ ജീവിതം കൂടെ മനസ്സിലാക്കിയപ്പോ ചേച്ചി ഒരു അകാരണമായിട്ടാണ് മരിച്ചത്, അകാലത്തിലാണ്, ഒരു ശ്വാസം മുട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഹെൽത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോ ഇതൊരു റീസൺ ആയി കാണുന്നു. അതല്ല കാരണം, എനിക്ക് എന്റെ ആദ്യത്തെ മകൻ മരിച്ചുപോയി. അത് സൗദിയിലായിരുന്നു. ഇവിടെ കേരളത്തിൽ വന്നിട്ടു 8ാമത്തെ മാസം ഇവിടെ കേരളത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇവിടെ ഇൻക്യുബേറ്ററിൽ വെച്ച് അവരുടെ ഡോക്ടർ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ കുട്ടി മരിച്ചുപോയി. അതാണ് മെയിൻ കാരണം. അപ്പോൾ ഹോസ്പിറ്റലിൽ തുടങ്ങാൻ പോയി. അന്ന് തീരുമാനിച്ചാണ് ഹോസ്പിറ്റലിൽ തുടങ്ങാൻ. അതാണ് മെയിൻ കാരണം. ജീവിതത്തിലപ്പോ ഒരുപാട് സന്തോഷവും ഒരുപാട് പണവും എന്ന ആൾക്കാർ പറയുമ്പോൾ തന്നെ അത്രയും തന്നെ ദുഃഖങ്ങൾ ഒരുപാട് ഇഷ്ടമുണ്ട്. ആദ്യത്തെ ഞാനന്ന് ഈ ദിവസോടില്ല, ഞാൻ ഇവിടെ വന്നിട്ട് ബോംബെ പോയതാണ്. കുട്ടി ജനിച്ച് 2ാമത്തെ ദിവസം ഇവരിലാക്കിയിട്ട് ഞാൻ ബോംബെ പോയത്. ഞാൻ ബിസിനസ് കാര്യത്തിന്. കാരണം അന്ന് ഇന്നായിട്ടൊന്നും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ അന്നൊന്നുമില്ല. അങ്ങനെ ആ കുട്ടി മരിച്ചത്. അതിനുശേഷം ട്രാവൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് അതിന് പ്രചോദനമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ നഴ്സിംഗ് നമുക്ക് ഞാൻ വിദേശത്ത് പല രാജ്യങ്ങളും പോയിട്ടുണ്ട്. നമുക്ക് ഒരു വിദേശിയെ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒന്നാമത് കൊല്ലത്ത്. അപ്പോൾ കൊല്ലത്തൊരു ഹോട്ടൽ തുടങ്ങാൻ നമ്മുടെ ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് കടവും ലീവ് പോയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ TKM കോളേജിലെ ആർക്കിടെക്ട് യുജീൻ പണ്ടാലാണ് അവിടെ ഡിസൈൻ ചെയ്തത്. ആ ഹോട്ടലിന്റെ ഒരു പ്രത്യേകത 5 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിലെ തിരക്കുകൾ മാറ്റി വെച്ച് 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ, ഒന്ന് സമാധാനമായിരിക്കും. ഒരു ബിസിനസ് ഹോട്ടൽ പോലെ അല്ല നമുക്ക് തോന്നുന്നത്. ഒന്ന് ശാന്തമായിട്ടിരിക്കണമെങ്കിൽ ആ ഇന്ത്യയിലാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അന്തരീക്ഷം, ഇത്രയും സമാധാനം തോന്നുന്നു. ഒരുപാട് ലക്ഷറി അല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. മിനിമലിസ്റ്റിക് ആണ് ഡിസൈൻ. അങ്ങനെ ഒരു ആലോചന തന്നെയാണോ ഈ ഉണ്ടാക്കാനായിട്ട്? 12 വർഷമായി നിർമ്മാണം. ഞാൻ പറയുന്നത് 12 വർഷം എടുത്തു. 12 വർഷം എടുത്ത് നിർമ്മാണം. പ്രത്യേകം പൈസ കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗീല വാങ്ങിച്ചത്. അതുപോലെ ഈ കടവുമാണ്. ട്രാവൽസ് എങ്ങനെ പോകുന്നു? ട്രാവൽസ് ഇഷ്ടപ്പെട്ടോ? ഡിസൈൻ ഇഷ്ടപ്പെട്ടു. അതിന്റെ എസ്തെറ്റിക് ആണ്, കളർ കോമ്പിനേഷൻ. 40 രാജ്യങ്ങളിൽ നിന്ന് പല ആൾക്കാർ വന്നിരുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും. അമേരിക്ക തൊട്ട് അവരെല്ലാം ആ ഹോട്ടലുകൾ ഇഷ്ടപ്പെട്ടു, സ്ഥലവും ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മുടെ റോഡ് മാത്രമാണ്.